നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷൻ സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ജാതി അധിക്ഷേപം നേരിട്ടതായി ബന്ധുക്കൾ. മെഡിക്കൽ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ, വകുപ്പ് മേധാവിയെയും അധ്യാപകയെയും സസ്പെൻഡ് ചെയ്തു. കാമുകനൊപ്പം ജീവിക്കാമെന്ന വിധി. താമരശ്ശേരി കോടതിക്ക് മുന്നിൽ കാമുകന്റെ ബന്ധുക്കളുടെ കൂട്ടത്തല്ല്. കെ സുധാകരന് പിന്നിൽ നിന്ന് കുത്തി കത്തിരയൊപ്പ് സണ്ണി ജോസഫിൻ്റേത്. വെളിപ്പെടുത്തലുമായി മുൻ DCC ജനറൽ സെക്രട്ടറി തോമസ് വർഗീസ്. നാദാപുരത്ത് പുഴയിൽ വീണ് ഒരു കുടുംബത്തിലെ 3 പേർ മുങ്ങി മരിച്ചു. ധനകാര്യ വിദഗ്ധൻ KK കൃഷ്ണകുമാർ അന്തരിച്ചു. പണം വാങ്ങിയ സീറ്റ് നൽകി KCക്കും തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനുമെതിരെ രൂക്ഷ വിമർശനവുമായി മഹിളാ കോൺഗ്രസ് അധ്യക്ഷ. ഇസ്ലാമാബാദിൽ US ഇറാൻ പ്രതിനിധികൾ മുഖാമുഖം. ചർച്ച ഒരു ദിവസം കൂടി നീളാൻ സാധ്യത. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ജാതി അധിക്ഷേപം നേരിട്ടതായി ബന്ധുക്കൾ. മെഡിക്കൽ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ, വകുപ്പ് മേധാവിയെയും അധ്യാപകയെയും സസ്പെൻഡ് ചെയ്തു. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ അധ്യാപകർക്കെതിരെ പരാതിയുമായി ബന്ധുക്കൾ. തിരുവനന്തപുരം ഉഴമലക്കൽ സ്വദേശി RL നിതിൻ രാജാണ് വെള്ളിയാഴ്ച ആത്മഹത്യ ചെയ്തത്. നിതിൻ രാജ് ജാതി അധിക്ഷേപം നേരിട്ടതായി സഹോദരിമാരെ വിളിച്ച് അറിയിച്ചതായും കോളേജിൽ നിന്ന് നിറത്തിൻ്റെ പേരിൽ അവഹേളനം നേരിട്ടതായും ബന്ധുക്കൾ ആരോപിച്ചു. അധ്യാപകർക്കെതിരെ പരാതി ഉയർന്നതിനെ തുടർന്ന് ആരോപണ വിധേയരായ വകുപ്പ് മേധാവി ഡോക്ടർ റാം, ഡോക്ടർ സംഗീത എന്നിവരെ മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ചക്രകൾ പോലീസിൽ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായി CI അറിയിച്ചു. 2 അധ്യാപകരിൽ നിന്ന് പട്ടിക ജാതിക്കാരനായ നിതിൻ രാജ് നിരന്തരം ജാതി അവഹേളനം നേരിട്ടതായി സഹപാഠികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കോളേജിൽ നിന്ന് നിരന്തരം അപമാനം നേരിടുന്നതായി നിതിൻ രാജ് വീട്ടുകാരെ അറിയിച്ചിരുന്നു. വകുപ്പ് മേധാവിയായ ഡോക്ടർ റാം നിതിൻ രാജിനെ തെരുവ് പട്ടിയെന്ന് ആക്ഷേപിച്ചതായും താൻ പോയി ചത്തോളൂ എന്ന് ആക്രോശിച്ചതായും ബന്ധുക്കൾ പറഞ്ഞു. സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തതായും പറയപ്പെടുന്നു. കഴിഞ്ഞ നവംബറിലാണ് നിതിൻ രാജ് ഇവിടെ BDS പ്രവേശനം നേടിയത്. വെള്ളിയാഴ്ച പകൽ 1:45 കെട്ടിടത്തിൽ നിന്ന് ചാടിയ നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം പരിയാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയി. നിതിൻ രാജിൻ്റെ സഹോദരി ഭർത്താവ് അശോക് ഉൾപ്പെടെയുള്ളവർ എത്തിയാണ് കോളേജ് അധികൃതർക്കെതിരെ പരാതി നൽകിയത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന്, ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി എടുക്കണമെന്നും SFI കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും DYFI അഞ്ചരക്കണ്ടി ബ്ലോക്ക് കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. കെ സുധാകരനെ പിന്നിൽ നിന്ന് കുത്തി കത്തിരയൊപ്പ് സണ്ണി ജോസഫിൻ്റേത്. വെളിപ്പെടുത്തലുമായി മുൻ DCC ജനറൽ സെക്രട്ടറി തോമസ് വർഗീസ്. കെ സുധാകരനെ മത്സരിപ്പിക്കാതിരിക്കാൻ AICക്ക് കത്ത് നൽകിയതും സണ്ണി ജോസഫാണെന്ന് വ്യക്തമാക്കി മുൻ DCC ജനറൽ സെക്രട്ടറി തോമസ് വർഗീസ്. കത്തിലെ ഒപ്പ് സണ്ണി ജോസഫിൻ്റെ തന്നെയാണെന്നും ആ ഒപ്പ് വിരലടയാള വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കണം എന്നാണ് തൻ്റെ അപേക്ഷയെന്നും തോമസ് വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. താൻ നേരത്തെ സഹകരണ ബാങ്ക് പ്രസിഡൻ്റായ വേളയിൽ വിവിധ പേപ്പറുകളിൽ സണ്ണി ജോസഫിൻ്റെ ഒപ്പ് പലവട്ടം കണ്ടതാണെന്നും 40 വർഷമായി അദ്ദേഹത്തിൻ്റെ ഒപ്പ് കാണുന്ന ഒരാളാണ് ഞാനെന്നും തോമസ് വർഗീസ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒപ്പല്ല എന്നുള്ളത് അദ്ദേഹം തെളിയിക്കട്ടെ എന്നും, അല്ലാത്ത പക്ഷം അദ്ദേഹം രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടി വരുമെന്നും തോമസ് വർഗീസ് കൂട്ടിച്ചേർത്തു. ഒപ്പ് അദ്ദേഹത്തിൻ്റെതാണെന്ന തെളിയിച്ചാൽ സണ്ണി ജോസഫ് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്ന് തോമസ് വർഗീസ് വെല്ലുവിളിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കെ സുധാകരനെ മത്സരിപ്പിക്കുന്നതിന് പിന്നിൽ നിന്ന് കുത്തിയത് സണ്ണി ജോസഫാണെന്നും തോമസ് വർഗീസ് ആരോപിച്ചു. കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു തോമസ് വർഗീസ്. ക്ലാസ് മുറികളിലും വായനശാലകളിലും ശാസ്ത്രമാസികൾ എത്തും. ശാസ്ത്രസാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരണമായ യൂറിക്ക, ശാസ്ത്രകേരളം, ശാസ്ത്രഗതി എന്നീ മാസികകളുടെ പ്രചാരണത്തിൻ്റെ ഭാഗമായുള്ള ശില്പശാല വിദ്യാഭ്യാസ പ്രവർത്തകൻ ഡോക്ടർ PV പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. മാസികകളുടെ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ T ഗംഗാധരൻ, CP ഹരീന്ദ്രൻ, രമേശൻ കടൂർ എന്നിവർ അവതരണം നടത്തി. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് PV ജയശ്രീ അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി ബിജു നെടുവാലൂർ ചർച്ചക്കുള്ള കുറിപ്പ് അവതരിപ്പിച്ചു. P ശ്രീനിവാസൻ, PV പ്രസാദ്, അമൽവേളം, PP സുനിൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ക്ലാസ് മുറികളിലും വായനശാലകളിലും ശാസ്ത്ര മാസികകൾ എത്തിക്കാനും കുട്ടികൾക്കായുള്ള വിവിധ ഗവേഷണ പ്രവർത്തനങ്ങൾ, മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. മാസിക ഉപസമിതി ചെയർമാൻ
പി കെ ബൈജു ക്രോഡീകരിച്ച് സംസാരിച്ചു. മാസിക ഉപസമിതി കൺവീനർ കെ വത്സരാജ് സ്വാഗതവും പി കെ സുധാകരൻ നന്ദിയും പറഞ്ഞു. പണം വാങ്ങിയ സീറ്റ് നൽകി കെ.സിക്കും തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനുമെതിരെ രൂക്ഷ വിമർശനവുമായി മഹിളാ കോൺഗ്രസ് അധ്യക്ഷ. തമിഴ്നാട് തെരഞ്ഞെടുപ്പ് അടുക്കവേ തമിഴ്നാട് കോൺഗ്രസിൽ പൊട്ടിത്തെറി. സ്ത്രീ പ്രവർത്തകരോട് പാർട്ടി വിവേചനപരമായി പെരുമാറുകയാണെന്നും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും വെട്ടിയെന്നും ആരോപിച്ച് തമിഴ്നാട് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് രംഗത്തെത്തി. കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സെൽവ പെരുന്തഗയ്ക്കെതിരെയാണ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഹസീന സയ്യിദ് രംഗത്തെത്തിയത്. സെൽവ പെരുന്തഗയുടെ തെറ്റായ രീതികൾ മൂലവും ആർത്തി മൂലവും പുതുശ്ശേരിയിലും തമിഴ്നാട്ടിലും നിരുത്തരവാദപരമാണ് അദ്ദേഹം പെരുമാറിയത്. പാർട്ടിയെയും നേതാവിനെയും ഇഷ്ടപ്പെടുന്നു, പക്ഷേ 33% വനിതാ സംവരണമുണ്ടായിട്ടും തങ്ങളെ തഴയുകയായിരുന്നെന്നും ഹസീന മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പ്രശ്നങ്ങളെ തുടർന്ന് ഹസീന സയ്യിദ് പദവി രാജിവെച്ചിരുന്നു. പിന്നാലെയാണ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ അഹങ്കാരമാണ് എല്ലാത്തിനും കാരണം. വ്യക്തിപരമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സെൽവ പെരുന്തഗയെ തനിക്ക് ലഭിച്ച സീറ്റ് ഇല്ലാതാക്കിയായിരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പട്ടികയിൽ താൻ ഉൾപ്പെട്ടിരുന്നു, ഹസീന പറഞ്ഞു. കെ.സി. വേണുഗോപാലിനും മഹിളാ കോൺഗ്രസ് അധ്യക്ഷ അൽക്ക ലാംബക്കും എതിരെയും ഹസീന ആരോപണം ഉന്നയിച്ചു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച തന്നെ എങ്ങനെ പുറത്താക്കുമെന്ന് ചോദിച്ച ഹസീന, അൽക്ക താമ്പക്ക് സാമാന്യബോധം ഇല്ലേ എന്നും പരിഹസിച്ചു. തമിഴ്നാട്ടിൽ പണം വാങ്ങിയ സീറ്റ് നൽകിയെന്ന് ആരോപണം ഉന്നയിച്ചായിരുന്നു ഹസീന സയ്യിദ് രാജിവെച്ചത്. പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതായി അറിയിച്ചതിന് പിന്നാലെ ഹസീനയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഉത്തരവ് വന്നു. 2026 ഏപ്രിൽ 10 അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ അൽക്ക ലാംബ പുറപ്പെടുവിച്ച പുറത്താക്കൽ ഉത്തരവിൽ ഹസീനയ്ക്ക് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കുണ്ടെന്നും ആരോപിക്കുന്നു. എന്തുകൊണ്ട് പാർട്ടി 28 മണ്ഡലങ്ങളിലായി 9 വനിതകളെ സ്ഥാനാർത്ഥിയാക്കുന്നില്ലെന്നും അവർ ചോദിച്ചു. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ സീറ്റ് സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. ശക്തമായ മത്സരമാണ് തമിഴ്നാട്ടിൽ നടക്കാനിരിക്കുന്നത്. ദ്രാവിഡ മുന്നേറ്റ കഴകം നേതൃത്വം വഹിക്കുന്ന സഖ്യവും NDA സഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം. അതേസമയം അണ്ണ DMK BJPയുമായി സഖ്യം ചേർന്ന് പ്രവർത്തിക്കുന്നു. നടൻ വിജയിയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകവും മത്സരരംഗത്ത് സജീവമായി ഉണ്ട്. ഇസ്ലാമാബാദിൽ US ഇറാൻ പ്രതികൾ മുഖാമുഖം ചർച്ച ഒരു ദിവസം കൂടി നീളാൻ സാധ്യത. 1979 ശേഷം ഇതാദ്യമായി ഇറാനും US മുഖാമുഖം ഇരുന്ന ഉന്നതതല നയതന്ത്ര ചർച്ചകൾക്ക് വേദിയായി ഇസ്ലാമാബാദ്. പാകിസ്ഥാൻ ഇടനിലക്കാരനായി മുഖാമുഖമുള്ള ത്രികക്ഷി ചർച്ചകളാണ് നടക്കുന്നതെന്നാണ് വിവരം. US ഭാഗത്ത് നിന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജാരേഡ് കുഷ്ണർ എന്നിവരടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടക്കമുള്ള പ്രാരംഭ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് ഇറാനിൽ അമേരിക്കൻ പ്രതികൾ തമ്മിലുള്ള നേർക്കുനേർ ചർച്ച നടന്നത്. ഒരു ദിവസത്തെ ചർച്ചയാണ് ആസൂത്രണം ചെയ്തതെങ്കിലും ഒരു ദിവസം കൂടി നീട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണം ലഭ്യമായിട്ടില്ല. 2 മണിക്കൂർ ചർച്ചകൾക്ക് ശേഷം ഭക്ഷണത്തിനും വിശ്രമത്തിനുമായി പിരിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറും ചർച്ചകളുടെ ഭാഗമായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗേർ ഖാലിഖ് ഗവാൻ ഇറാൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത്. ഇസ്ലാമാബാദിലെ സെറീന ഹോട്ടലിൽ അടച്ചിട്ട മുറിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. മാധ്യമങ്ങൾക്ക് ഒരുക്കിയ വേദിയിൽ നിന്ന് 500 മീറ്ററോളം ദൂരത്തിലാണ് ചർച്ച നടക്കുന്ന ഹോട്ടലുള്ളത്. അതുകൊണ്ട് തന്നെ ചർച്ചയുടെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതിന് കാലതാമസമുണ്ട്. ഇരു രാജ്യത്തെയും സാമ്പത്തിക, സൈനിക, നിയമ, ആണവ കമ്മിറ്റികൾ ചേരുകയും ചർച്ചകൾ വിദഗ്ധ തലത്തിലുള്ളവർ കടന്നതായും ഇറാനിയൻ സർക്കാർ വ്യക്തമാക്കുന്നു. ചർച്ചകൾക്കിടെ 2 US യുദ്ധക്കപ്പലുകൾ ഹോർമോസ് കടന്നതായി അമേരിക്കൻ മാധ്യമങ്ങൾ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇറാൻ ഇത് നിഷേധിച്ചിട്ടുണ്ട്. അതേസമയം ഒരു US യുദ്ധക്കപ്പൽ കടക്കാൻ ശ്രമിച്ചതായും ഇറാനിയൻ അധികൃതർ സ്ഥിരീകരിച്ചു. ഇറാൻ സായുധ സേനയുടെ മുന്നറിയിപ്പെ തുടർന്ന് പിൻവാങ്ങിയതായും അധികൃതർ വ്യക്തമാക്കി. നാദാപുരത്ത് പുഴയിൽ വീണ് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. നാദാപുരം പേരോട് പുഴയിൽ ഒരു കുടുംബത്തിലെ 3 പേർ മുങ്ങി മരിച്ചു. പുളിയാവ് സ്വദേശി അൻസാർ, ഭാര്യ സുഹദ അൻസാറിന്റെ അനുജന്റെ മകൾ ഇസ മറിയം എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു നാളെ നടക്കിയ അപകടം ഉണ്ടായത്. പുഴയിൽ വീണ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അൻസാറും ഭാര്യ സുഹദയും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. സമീപത്തുള്ള നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് വിദഗ്ധ സംഘം എത്തിയാണ് മൂവരെയും പുഴയിൽ നിന്ന് പുറത്തെടുത്തത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം. മൃതദേഹങ്ങൾ നിലവിൽ നാദാപുരം ഗവൺമെന്റ് ആശുപത്രി മോർച്ചിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കാമുകനൊപ്പം ജീവിക്കാമെന്ന് വിധി. താമരശ്ശേരി കോടതിക്ക് മുന്നിൽ കാമുകന്റെ ബന്ധുക്കളുടെ കൂട്ടത്തല്ല്. താമരശ്ശേരി കോടതിക്ക് മുന്നിൽ കാമുകന്റെ ബന്ധുക്കളുടെ കൂട്ടത്തല്ല്. മുക്കം സ്വദേശിനിയായ പെൺകുട്ടിയെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് യുവാവിന്റെ സുഹൃത്തുക്കളും പെൺകുട്ടിയുടെ ബന്ധുക്കളും തമ്മിൽ ഏറ്റുമുട്ടിയത്. പെൺകുട്ടിയെ കഴിഞ്ഞ ഒരാഴ്ചയായി കാണാനില്ലായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ നടത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടി കാമുകനായ കാരശ്ശേരി സ്വദേശി ഷാമലിനപ്പ മുക്കം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. പിന്നാലെ കോടതിയിൽ ഹാജരാക്കി. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കാമുകനൊപ്പം പോകാൻ കോടതി അനുവദിക്കുകയായിരുന്നു.
പിന്നീട് പുറത്തിറങ്ങിയ ബന്ധുക്കൾ തമ്മിലുണ്ടായ വാക്കുതർക്കം കയ്യാങ്കളിലെത്തുകയായിരുന്നു. വിവാഹം നടത്തിത്തരാമെന്നും ഇപ്പോൾ തങ്ങളോടൊപ്പം വരണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടെങ്കിലും പെൺകുട്ടിയെ കാമുകന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും കാറിനടുത്തേക്ക് കൊണ്ടുപോയി. ഇത് തടയാൻ ശ്രമിച്ചതാണ് തർക്കത്തിന് തുടക്കം. പിന്നാലെ ഇരു കൂട്ടരും ഏറ്റുമുട്ടുകയായിരുന്നു. ഇതിനിടെ ഷാമേലിന്റെ സുഹൃത്തുക്കൾ പെൺകുട്ടിയെ കാറിൽ കയറ്റി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. പെൺകുട്ടിയോട് സംസാരിക്കുന്നതിനിടെ ഷാമേലിന്റെ സുഹൃത്തുക്കൾ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. യുവാക്കൾ മരകഷ്ണങ്ങളുമായി എത്തി ആക്രമിക്കുകയായിരുന്നെന്നും ആരോപണം ഉയർന്നു. ISL ബ്ലാസ്റ്റേഴ്സിന് ആദ്യ ജയം, ബംഗളൂരുവിനെ കീഴടക്കി. 2026 ISLൽ ആദ്യ ജയം നേടി കേരള ബ്ലാസ്റ്റേഴ്സ്. ശനിയാഴ്ച നടന്ന മത്സരത്തിൽ ബംഗളൂരു FCയെയാണ് ബ്ലാസ്റ്റേഴ്സ് കീഴടക്കിയത്. 1-നെതിരെ 2 ഗോളുകൾക്കാണ് ജയം. ആദ്യ ജയം തേടിയിറങ്ങിയ ആഷ്ലി വെസ്റ്റ്വുഡും സംഘവും 1 ഗോൾ പിന്നിലായതിനു ശേഷം തിരിച്ചു വരികയായിരുന്നു. ആദ്യ പകുതിയുടെ 27-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ താരം NDIയെ നേടിയ സെൽഫ് ഗോൾ ബംഗളൂരുവിനെ മുന്നിലെത്തിക്കുകയായിരുന്നു. ആദ്യ പകുതിയിൽ പിന്നീട് തിരിച്ചു വരാൻ ബ്ലാസ്റ്റേഴ്സിനായില്ല. 34-ാം മിനിറ്റിൽ ബംഗളൂരു താരം ബ്രയാൻ സാഞ്ചസ് ചുവപ്പ് കാർഡ് പുറത്തായി. രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കളി മാറി. 61-ാം മിനിറ്റിൽ വിക്ടർ ബർട്ടോമിയിലൂടെ ടീം സമനില പിടിച്ചു. കളി തീരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ ബ്ലാസ്റ്റേഴ്സ് രണ്ടാം ഗോളും കണ്ടെത്തി. അർജന്റീൻ താരമായ ഫ്രാഞ്ചുവാണ് ലക്ഷ്യം കണ്ടത്. അതോടെ ടീം ജയത്തോടെ തടങ്ങി. 8 കളിയിൽ നിന്ന് ടീമിന്റെ ആദ്യ ജയമാണിത്. ആദ്യ 7 കളിൽ 6-നും തോറ്റു. ഒരു മത്സരം സമനിലയിൽ കലാശിച്ചു. നിലവിൽ 4 പോയിന്റോടെ 13ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. ധനകാര്യ വിദഗ്ധൻ KK കൃഷ്ണകുമാർ അന്തരിച്ചു. ധനകാര്യ വിദഗ്ധനും കൊച്ചിയിലെ സെന്റർ ഫോർ സോഷ്യോ എക്കണോമിക്സ് ആൻഡ് എൻവയോൺമെൻറ്റ് സ്റ്റഡീസിൻ്റെ സ്ഥാപക സെക്രട്ടറിയും സീനിയർ ഫെലോയും ആയ പനിച്ചയം കൊളശ്ശേരി വീട്ടിൽ KK കൃഷ്ണകുമാർ 56 അന്തരിച്ചു. ഭാര്യ ജീജ മലയാറ്റൂർ മണിയാലിൽ കുടുംബാംഗം. അധ്യാപികയാണ്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എടത്തല. മക്കൾ മീനാക്ഷി വിദ്യാർത്ഥി സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ്, കമൽകൃഷ്ണ വിദ്യാർത്ഥി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജ് കാലടി. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പൊതു ധനകാര്യം, അധികാര വികേന്ദ്രീകരണം, ഭരണ നിർവഹണം തുടങ്ങിയ മേഖലകളിൽ 30 വർഷമായി പ്രവർത്തിക്കുന്ന കൃഷ്ണകുമാർ ഒട്ടേറെ ഗവേഷണ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. കൊച്ചി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായും കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ച റിസോഴ്സ് ആൻഡ് പ്ലാൻ ഇംപ്ലിമെൻറ്റേഷൻ വിദഗ്ധ സമിതിയിലെ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.